STP ഉണ്ട്. 20 വർഷമായിട്ട് പ്രീ മാരേജ് കോഴ്സ് നടത്തുന്ന ഒരാൾ. എത്ര കാലമായിട്ട്? 20 വർഷം. നിങ്ങൾക്ക് സിലബസ് ഉണ്ടോ? സിലബസ് ഉണ്ട്. സിലബസ് ഉണ്ട്. ആൾക്കാരുണ്ടോ? രക്ഷപ്പെട്ടു പോയ അടിച്ചു പിരിഞ്ഞൊരു ചുരുക്കമാണ്. വളരെ ചുരുക്കമാണ്. ഈ കോഴ്സ് കൊണ്ട് മാത്രം പിരിഞ്ഞു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോഴ്സ് കഴിഞ്ഞു വന്ന പല കുട്ടികളും ഞങ്ങളോട് പറഞ്ഞു ഇത് മാതാപിതാക്കൾക്ക് ഈ ക്ലാസ് കൊടുക്കും. ക്ലാസ് കൊടുക്കും. കൗൺസിലേഴ്സ് ഉണ്ട്. അത് ഡോക്ടർ എൽസി പറഞ്ഞ അക്കാഡമിക്കലി പഠിച്ചവരാണോ? പഠിച്ചവര് തന്നെയാണ്. എല്ലാ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ഈ എങ്ങനെ പരസ്പര വിശ്വാസത്തോടെയും ധാരണയോടും കൂടി ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള സാഹചര്യം എങ്ങനെയൊക്കെയാണ്. ഇവിടെ പറഞ്ഞ പോലെ പരസ്പര വിശ്വാസം വേണം. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ആകാൻ പോകുന്നവരും ആയതിനു ശേഷവും പരസ്പര ആലോചന വേണം, കൂടിയാലോചന വേണം. ഒരു കാര്യങ്ങൾക്കും പരസ്പര കൂടിയാലോചന ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ മക്കളൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം തന്നെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിത രീതി കൊണ്ടാണ്. ഒരു സെക്കൻഡ്. അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഓരോ ആളുകളും എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു രണ്ട് പാർട്ട്നേഴ്സിനെ എടുക്കുകയാണെങ്കിൽ മേ ബി ഒരാള് ഡിപ്പെൻഡന്റ് ആയിരിക്കും, മറ്റാള് സ്റ്റബേൺ ആയിരിക്കും. ഈ ഡിപ്പെൻഡൻസി ഓവറായിട്ടുള്ള വ്യക്തി വിചാരിക്കും എല്ലാത്തിനും വേറൊരാളെ ആശ്രയിച്ചാലേ ശരിയാവുള്ളൂ എന്ന്. പക്ഷേ സ്റ്റബേൺ ക്യാരക്ടർ വിചാരിക്കും എന്തിനാണ് ആശ്രയിക്കുന്നത്, ഒറ്റയ്ക്ക് നിന്നാ പോരെ. അപ്പോൾ പാർട്ട്ണർ ഓരോ ആവശ്യത്തിന് മറ്റാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ വൈ, എന്തിനാണ്, എനിക്ക് തന്നെ ചെയ്തുകൂടെ. പക്ഷേ സ്റ്റബേൺ ആയിട്ടുള്ള ആള് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മറ്റാൾ വിചാരിക്കും എന്നെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തുകൂടെ. അവിടെയാണ് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് ആഫ്റ്റർ മാരേജിൽ ഇഷ്യൂസ് അല്ല. ബിഫോർ മാരേജ് പറയാതെ വിട്ടുപോയ പല സബ്ജക്റ്റുകളെ കുറിച്ചാണ് ആഫ്റ്റർ മാരേജ് ഇഷ്യൂസ് വരുന്നത്. മാത്രല്ല ഓരോ വ്യക്തിക്കും അത്യാവശ്യം ആങ്സൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, പല പല ട്രോമകൾ ഉണ്ടാവും. ഇതൊക്കെ ബിഫോർ മാരേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ട്രോമയും ഡിപ്പെൻഡൻസ് ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ വെച്ചിട്ടാണ് ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന മറ്റേ ആൾക്ക് ഇത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോ there may be conflict. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.